നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ് വാഗൻ്റെ രണ്ട് വാഹനങ്ങളാണ്. ഒരു വെൻഡോ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പോളോ GT കിടക്കുന്നുണ്ട്. ഈ രണ്ട് വാഹനങ്ങളും ഓട്ടോമാറ്റിക്കാണ്. അത് മാത്രമല്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഇത് നമുക്ക് 2016 മോഡലിലാണ് വന്നേക്കണം. അപ്പോൾ ഈ രണ്ട് വാഹനം പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലൈനാണ് വന്നേക്കണം. അതിൻ്റെ പേരിൽ തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും അതേപോലെ തന്നെ ബാക്കി ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനങ്ങളാണ്. അതിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാലോ, അത്രയ്ക്ക് വൃത്തിയോടുകൂടി തന്നെ ഉപയോഗിക്കുന്ന വാഹനമാണ് ഈ രണ്ടെണ്ണം. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ രണ്ട് വാഹനങ്ങളാണ്. ഫസ്റ്റാണ് നമുക്ക് പോളോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പോളോ GT ആണ്. GT TSI എഞ്ചിൻ വന്നേക്കുന്ന വാഹനം. മാത്രമല്ല 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. നല്ല വൃത്തിയിൽ തന്നെ ഉപയോഗിക്കുന്ന വാഹനമാണ്. അതും കൂടെ കാണാം. കേട്ടോ, നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും സൈഡ് പോർഷനൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ TSI എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇത് GT എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഇത് DSG ഗിയർ ബോക്സാണ് വന്നേക്കണം. അതിൻ്റെ ഒരു മികവ് നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. കണ്ടോ, ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു GTയുടെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പോളോൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ബമ്പേഴ്സിൽ നമുക്കിവിടെ ആ ഒരു സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വളരെ നീറ്റായിട്ടുള്ളൊരു പ്രൊഫൈലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. കേട്ടോ, വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കണം. സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇവിടെയും നമുക്ക് ആ ഒരു വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ കാണാം. ലാമ്പൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. വീലാർസിലേക്ക് വരാം. വീലാർസായാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സ് എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 4 പവർ വിൻഡോസും അതേപോലെ ഇവിടെ നമുക്ക് ഡോർ അൺലോക്കിന് ബട്ടണൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാം. അതുപോലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. GT ആവുന്നതിന് ഓട്ടോമാറ്റിക്കിൻ്റെ ആ ഒരു ഗിയർ നോബ് നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. കാരണം ഇത് ഹൈലൈൻ ആയതുകൊണ്ട് ഒട്ടുമിക്ക ആ ഒരു ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഇവിടെ ആ ഒരു പവർ വിൻഡോസിൻ്റെ ബട്ടണൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്കിവിടെ കാണാം. അതിലൂടെ നല്ല ലെഗ് റൂം നിൽക്കുന്നുണ്ട്. കൂടുതലുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അല്ല, കുഴപ്പമില്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നമ്മൾ ഈ ഒരു GTയുടെ കണ്ടത്. ഓക്കെ, നമുക്ക് എൻജിൻ റൂം ഒന്ന് കാണിക്കാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോ GTയുടെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇങ്ങനെ എൻജിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ളൊരു പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കാം. ഇവിടെയും നമുക്ക് പേസ്റ്റിങ്ങൊക്കെ നോക്കാം. നീറ്റായിട്ടിങ്ങനെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ലിഡ് നോക്കിയേക്കാം. ലിഡായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു വെൻഡോൻ്റെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഒരു വെൻഡോൻ്റെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന കളറാണത്. ഒരു കോഫി ബ്രൗൺ എന്നൊക്കെ നമുക്കിവിടെ പറയാം. കാണിച്ചുള്ള ബാഗ്. അപ്പോൾ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് പോർഷൻ ആയാലും നമുക്ക് നോക്കാം. കേട്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വെൻറ്റോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2016 മോഡൽ 1.2 TSI ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DSG ഗിയർ ബോക്സാണ് വന്നേക്കണേ. അതേപോലെ തന്നെ നമുക്കിനി സൈഡ് പോർഷനിലേക്കും ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ ബോണറ്റായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇങ്ങനെ ബോണറ്റും കൂടെ കാണാം. ബമ്പേഴ്സായാലും ബമ്പേഴ്സിൽ ഒരു രീതിയിലുള്ളൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ബമ്പേഴ്സിലും കിട്ടുന്നില്ല. നമുക്ക് ലെഫ്റ്റ് സൈഡ് പോർഷനിലേക്ക് പോകാം. ഇവിടെ ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന പ്രൊഫൈലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽ മെയിൻറ്റൈൻഡ് ആണ് വാഹനം. അതിന് വാഹനത്തിന് വേറൊരു ഹൈലൈറ്റ്, ഒരു ഷോറൂം അല്ല ഹിസ്റ്ററിയിലൊരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടാനില്ല. ഓക്കെ, ഇനി നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷനൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഹൈലൈനാണ് വാഹനം. അതിൻ്റേതായ ക്വാളിറ്റിയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം. കേട്ടോ, നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് കാണാം. അതേപോലെ തന്നെ ഇവിടെ SRSൻ്റെ എയർ ബാഗ് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ഇടുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം.
ഇവിടെ ആണോ സ്റ്റിയറിംഗ് കൺട്രോൾസ് ചെയ്യുന്നുണ്ട്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മാറ്റ് നോക്കാം. അതേപോലെ ഡോർ പാഡ്സ് നോക്കാം, നീറ്റായിട്ട് ഇരിക്കുന്നു. റിയർ ഭാഗം നോക്കാം, റിയർ സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസും മിഡിൽ നമുക്ക് ലെഗ് റൂം കാര്യങ്ങളൊക്കെ നോക്കാം. സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ സീറ്റ്സ് വിത്ത് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. കേട്ടോ, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന എൻജിൻ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. TSI എൻജിൻ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കാം. പേസ്റ്റിംഗ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ ആയാലും സൈഡ് പോർഷൻ ആയാലും കണ്ടോ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞു വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്ക് അടക്കാം. അതിനേക്കാൾ മുമ്പ് ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. 2018 2016 മോഡലും പെട്രോൾ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനങ്ങളാണ്. GT ആണ്. അതേപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ്. രണ്ടും DSG ഗിയർ ബോക്സ് വന്നിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് അടക്കാം. ഈ രണ്ടിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 7,45,000 രൂപ, 7.45 ലാക്സാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. അതേപോലെ തന്നെ GTയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ലക്ഷം രൂപയാണ്, 9.50 ലാക്സ്. ഈ രണ്ട് വാഹനങ്ങളുടെ റേറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ തന്നെ നമ്മൾ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുകൂടാതെ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.